ആസ് യൂഷ്വൽ ബെൻഡിങ് ഇക്വേഷൻ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ അവിടെ കുറെ അസംഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്തും ദർ ആർ സം അസംഷൻസ്. നോക്കാം, കുറെ സിമിലാരിറ്റി ഉണ്ടാവും, പഠിക്കാൻ എളുപ്പമാണ്. ഒന്നാമത്തെ പോയിന്റ്, ദ മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഹോമോജനസ് ആൻഡ് ഐസോട്രോപിക്. നമ്മൾ അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൻഡിങ് ഇക്വേഷനിൽ ദ മെറ്റീരിയൽ ഈസ് ഹോമോജനസ് ആൻഡ് ഐസോട്രോപിക് എന്ന് പറഞ്ഞു. മെറ്റീരിയൽ ഒബേസ് ഹൂക്സ് ലോ, അത് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ഷിയർ സ്ട്രെസ് ഡ്യൂ ടു അപ്ലൈഡ് ടോർക്ക് ഡസ് നോട്ട് എക്സീഡ് ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ്. ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് അതിന്റെ സ്ട്രെസ്സിന്റെ ലിമിറ്റിനേക്കാൾ പുറത്തു പോകുന്നില്ല. ഇതേപോലെ തന്നെ ബെൻഡിങ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ അപ്ലൈഡ് സ്ട്രെസ് ഈസ് ലെസ് ദാൻ ദ ലിമിറ്റിംഗ് സ്ട്രെസ്. അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്തു. അടുത്ത പോയിന്റ്, ഇതേ പോയിന്റ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ ഷാഫ്റ്റ് ഈസ് സ്ട്രെയിറ്റ് ആൻഡ് ഈസ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ത്രൂ ഔട്ട് ദ ലെങ്ത്. ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷൻ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ്, ചില സ്ഥലത്ത് വണ്ണം കൂടുതലും കുറവൊന്നുമില്ല. ആൻഡ് ഇറ്റ് ഈസ് സ്ട്രെയിറ്റ്. ഇത് ബീമിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ബീം ഈസ് സ്ട്രെയിറ്റ് എന്നുള്ളതാണ് ഇവിടെ ഷാഫ്റ്റ് ഉപയോഗിച്ചു. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ദ നോർമൽ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഷാഫ്റ്റ് വിച്ച് were പ്ലെയിൻ ആൻഡ് സർക്കുലർ ബിഫോർ ടോർക്ക് റിമെയിൻസ് പ്ലെയിൻ ആൻഡ് സർക്കുലർ ഈവൻ ആഫ്റ്റർ ടോർക്ക്. ഇതേപോലെ തന്നെ അവിടെയും പഠിച്ചില്ലേ? ആകെ വ്യത്യാസം എന്താ? അവിടെ ബീം ഉപയോഗിക്കുന്നു, ഇവിടെ ഷാഫ്റ്റ് ഉപയോഗിക്കുന്നു. അവിടെ ഷിയർ ഉപയോഗിക്കും, അവിടെ ബെൻഡിംഗ് സ്ട്രെസ് എന്ന് പറയുന്നു, ഇവിടെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നു. ഇനി ലാസ്റ്റ് പോയിന്റ്, വേരിയേഷൻ ഓഫ് ദ ഷിയർ സ്ട്രെസ് ഇൻ ദ ക്രോസ് സെക്ഷൻ ഈസ് ലീനിയർ വിത്ത് 0 അറ്റ് ദ ആക്സിസ് ആൻഡ് മാക്സിമം അറ്റ് ദ ഔട്ടർ സർഫസ്. ഇങ്ങനൊരു പോയിന്റ് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ ആ പോയിന്റ് ഉണ്ട്. സെൻട്രലാണ് ഷിയർ സ്ട്രെസ് 0, ഔട്ടറിലേക്ക് പോകുന്നതിനനുസരിച്ച് ഷിയർ സ്ട്രെസ് കൂടി കൂടി വരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു അസംഷൻസും ബൈ ഹാർട്ട് ചെയ്യാം. ഇതും ചോദിക്കാറുള്ളതാണ്. വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് എ ടോർഷണൽ ഇക്വേഷൻ? മാറിപ്പോരുത്, ബെൻഡിങ് ഇക്വേഷൻ വേറെയാണ്, ടോർഷണൽ ഇക്വേഷൻ വേറെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ടോർഷണൽ ഇക്വേഷനിലേക്ക് പോവാം. ടി ബൈ ജെ സിക്കൽ ടോ ബൈ ആർ സിക്കൽ ടു സി തീറ്റ ബൈ എൽ. അപ്പൊ നമുക്കൊരു ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഷാഫ്റ്റിന് വേണ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എത്രത്തോളം ടോർക്ക് ആക്ട് ചെയ്യുന്നോ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിന് മാത്രം സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ ഒരു ടേം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് സ്ട്രെങ്ത് ഓഫ് ദ ടോർക്ക്. സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്, ടോർക്ക് അല്ല, സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. എന്താണ് സ്ട്രെങ്ത് ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ ഷാഫ്റ്റ് ടു റെസിസ്റ്റ് ദ ടോർക്ക്, അല്ലെങ്കിൽ ദ കപ്പാസിറ്റി ടു ട്രാൻസ്ഫർ ദ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ ടോർക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ഈ ഒരു പാർട്ട് ഓഫ് ദി ഇക്വേഷൻ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ, വേർ ദ ടോർക്ക് വാല്യൂ ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ടി ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ടോ ബൈ ആർ എന്ന് കിട്ടും. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. എത്രത്തോളം ടോർക്കിന്, അപ്പൊ ടോർക്ക് കൂടുതലാണ് അതിന്റെ അർത്ഥം അതിന്റെ സ്ട്രെങ്ത് അത്രയും കൂടുതലാണ്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. ഇനി ഈ ഷാഫ്റ്റിന് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, എത്രയും പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതേ സമയത്ത് ഷാഫ്റ്റ് ഈ ടോർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡീഫോർമേഷൻ ചെയ്യാൻ പാടില്ല. വല്ലാണ്ട് ഡീഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അവിടെ പിരിഞ്ഞു പോകും. ഈ ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ, ഇപ്പൊ ഇതാ ഞാനിത് ടോർക്ക് അപ്ലൈ ചെയ്യുന്നു, ഇത് ഊരി വരികയാണ്. ഇങ്ങനെ ഊരി വന്നു കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ അവിടെ ഡീഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ എനിക്ക് പവർ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡീഫോർമേഷൻ ഉണ്ടാവരുത്. ഡീഫോർമേഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അത് സ്റ്റിഫ് ആയിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ റിജിഡ് എന്ന് പറയും. സ്റ്റിഫ് ആയിരിക്കണം, റിജിഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ വേറൊരു ടേം ഉപയോഗിക്കാം, ദാറ്റ് ഈസ് ടോർഷണൽ റിജിഡിറ്റി. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഷാഫ്റ്റ് റിജിഡ് ആയിരിക്കണം. ഇറ്റ് വിൽ ബി സഫീഷ്യന്റ്ലി റിജിഡ് ടു റെസിസ്റ്റ് ദ ടോർക്ക്. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഡീഫോർമേഷൻ വല്ലാണ്ട് കൂടുതൽ ഉണ്ടാവരുതെന്ന് അർത്ഥം. അപ്പൊ അവിടെ നമ്മൾ
വേറെ രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ ദാറ്റ് ടോർഷണൽ റിജിഡിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ടു ഡീഫോർമേഷൻ, ഓർ ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി റിട്ടൺ ആസ് ദ ടോർക്ക് പെർ യൂണിറ്റ് ഡിഫോർമേഷൻ എന്നും പറയാം. അല്ലെങ്കിൽ ദ ടോർഷണൽ റിജിഡിറ്റി ഈസ് ദ എബിലിറ്റി ടു റെസിസ്റ്റ് ദ ട്വിസ്റ്റ് ഓഫ് ദ ഷാഫ്റ്റ്. ട്വിസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിക്കാണ് ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത്, ഡീഫോർമേഷൻ കുറയ്ക്കാനുള്ള കാര്യം. അപ്പം നമുക്കിവിടെ ഈ പാർട്ടും കൂടി നമ്മൾ നോക്കുന്നു ഇക്വേഷനിൽ. ടി ബൈ ജെ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ, ഓർ ടി ബൈ തീറ്റ ഇസ് ഈക്വൽ ടു സി ജെ ബൈ എൽ എന്ന് എഴുതാം. This part T by theta, that is torque per unit rotation, torque per unit deformation, ഇതിനെയാണ് ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ഇനി വേറൊരു പേരും കൂടി ഉണ്ട്. ദിസ് ടി ബൈ തീറ്റ ഈസ് നോൺ ആസ് ടോർഷണൽ സ്റ്റിഫ്നെസ്. ടോർഷണൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ടി ബൈ തീറ്റയ്ക്ക്. It is the shaft, it is the torque required per unit twist എന്നും ഡെഫിനിഷൻ കൊടുക്കാം. ടോർക്ക് റിക്വയർഡ് പെർ യൂണിറ്റ് ട്വിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ ടേംസ് നമ്മൾ പഠിച്ചു? നമുക്ക് വേണ്ടത് ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ സ്ട്രെങ്ത് സഫിഷ്യന്റ് ആയിരിക്കണം, അതേപോലെ റിജിഡും ആയിരിക്കണം. ഇതാണ് നമ്മളുടെ ഡിസൈൻ കോൺസെപ്റ്റ്. സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, റിജിഡും ആയിരിക്കണം. ഈ സ്ട്രെങ്ത് എങ്ങനെ കിട്ടും? നമ്മുടെ ടോർഷണൽ ഇക്വേഷനിലെ ഫസ്റ്റ് പാർട്ട് നമുക്ക് സ്ട്രെങ്ത് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ദ പവർ ട്രാൻസ്മിറ്റഡ്, അല്ലെങ്കിൽ ദ മാക്സിമം ടോർക്ക് ദാറ്റ് ക്യാൻ ബി റെസിസ്റ്റഡ് ഈസ് നോൺ ആസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ടോർക്ക്, സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ, റിജിഡിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഡിഫോർമേഷൻ. How the shaft can resist the twisting, that is the rigidity. It is known as a torsional rigidity, the resistance against the deformation അല്ലെങ്കിൽ twisting എന്ന് പറയുന്നു. അതിൽ നമുക്കൊരു ഇക്വേഷനകത്ത് നിന്ന് ഒരു ടേം കിട്ടി, ടോർഷണൽ സ്റ്റിഫ്നെസ്, ദാറ്റ് ഈസ് ടി ബൈ തീറ്റ. ഇറ്റ് ഈസ് ദ ടോർക്ക് പെർ യൂണിറ്റ് ട്വിസ്റ്റ്. അപ്പം 3 ടേംസ് പഠിച്ചല്ലോ, സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റും, ടോർഷണൽ റിജിഡിറ്റിയും, ടോർഷണൽ സ്റ്റിഫ്നെസ്സും. ഈ ടോർഷണൽ റിജിഡിറ്റിയും ടോർഷണൽ സ്റ്റിഫ്നെസ്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അല്ലേ? ടോർക്ക് റിക്വയർഡ് പെർ യൂണിറ്റ് ട്വിസ്റ്റിനെ ഒരു പേര് പറയുന്നത് ടോർഷണൽ സ്റ്റിഫ്നെസ് എന്ന് മാത്രം. റിജിഡിറ്റി തന്നെയാണ് ദിസ്. ഈ 3 ടേംസ് ക്ലിയർ അല്ലേ? ഇനി വേറൊരു ടേം പഠിക്കാനുണ്ട്. നമ്മൾ ഈ പാർട്ട് ഓഫ് ദി ഇക്വേഷൻ നോക്കാം. ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ. അതിനൊന്ന് റീ അറേഞ്ച് ചെയ്താൻ പോകുന്നു. ടി ഇസ് ഈക്വൽ ടു ജെ ബൈ ആർ ഇൻറ്റു ടോ എന്നെഴുതി. ഇതിനെ നമുക്ക് പണ്ട് എവിടെയെങ്കിലും പഠിച്ചതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പഴയ കാലത്തേക്ക് ഒന്ന് പോയി നോക്കാം. എം ബൈ ഐ ഇസ് ഈക്വൽ ടു എഫ് ബൈ വൈ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എം ഇസ് ഈക്വൽ ടു ഐ ബൈ വൈ ഇൻറ്റു എഫ് എന്നെഴുതി. ഇതിന്റെ ഒരു ആനലോഗ് ഫോം അല്ലേ ഇത്? എമ്മിന് പകരം ടോ ഉപയോഗിച്ചു, ഐക്ക് പകരം ജെ ഉപയോഗിച്ചു, വൈക്ക് പകരം ആർ ഉപയോഗിച്ചു, ടോ ഇവിടെ എഫിന് പകരം ടോ ഉപയോഗിച്ചു അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇതിനൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ബൈ വൈക്ക്. ദാറ്റ് ഈസ് ദ സെക്ഷണൽ മോഡുലസ് സെഡ്. അതേപോലെ ഇവിടെ നമുക്കൊരു ടേം ഉണ്ട്, ദിസ് ജെ ബൈ ആർ. This J by R is known as polar modulus ZP. Polar modulus ZP എന്ന് അതിനെ പറയുന്നു. So polar modulus ZP is the ratio of polar moment of inertia and the radius of the shaft. ഇനി നമുക്കിവിടെ ഷാഫ്റ്റില് 2 തരത്തിലുള്ള ഷാഫ്റ്റാണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഡീൽ ചെയ്യാനുള്ളത്. ഒന്ന് സോളിഡ് ഷാഫ്റ്റും ഒന്ന് ഹോളോ ഷാഫ്റ്റും. സർക്കുലർ ഷാഫ്റ്റ് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ, റെക്ടാങ്കുലർ ഒന്നുമില്ല. സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ആൻഡ് ഹോളോ സർക്കുലർ ഷാഫ്റ്റ്.
ഇതില് ഈ സോളിഡും ഹോളോയിലും വരുന്ന വ്യത്യാസം അതിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണുന്നതിലും മാത്രമാണ്. ഇതിപ്പോ ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ എക്സസും ഐ വൈയും വിൽ ബി പൈ ഡി റേസ് ടു 4/64 ആയിരിക്കും. ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജെ കിട്ടും. ദാറ്റ് വിൽ ബി ജെ. ആൻഡ് ഇവിടുത്തെ നമുക്ക് ആ പോളാർ ഇക്വേഷനിൽ വേണ്ടത് ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ ഈക്വൽ ടു സി തീറ്റ ബൈ എൽ ആണ്. അതിൽ ആർ എന്ന് പറയുന്നത് ജെ നമ്മളിപ്പോൾ പറഞ്ഞു, ആർ എന്ന് പറയുന്നത് ഇവിടെ ഡി ബൈ 2 ആയിരിക്കും. ഇതാണ് സോളിഡ് ഷാഫ്റ്റിന്റെ കേസ്. ഇനി ഹോളോ ഷാഫ്റ്റ് ആണെങ്കിലോ, ഹോളോ ഷാഫ്റ്റിൽ എന്താ വ്യത്യാസം ഉണ്ടാവുക? ഒരു സർക്കുലർ ഹോൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉള്ളിൽ ഹോൾ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇത്രയും പോർഷൻ മാത്രമേ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു ഡി ഐയും ഉണ്ടാവും, ഡി ഔട്ടറും ഉണ്ടാവും അല്ലെ. ഇതിന്റെ ബേസിലായിരിക്കും ഇക്വേഷനിൽ വ്യത്യാസം വരുന്നത്. അപ്പോ ഐ എക്സ് എക്സ് വിൽ ബി പൈ ബൈ 64 ഇൻറ്റു ഡി ഔട്ടർ റേസ്റ്റ് 4 മൈനസ് ഡി ഇന്നർ റേസ്റ്റ് 4 ഐ എക്സ് എക്സ്. അതുപോലെ ഐ വൈ വൈ വിൽ ബി സെയിം. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈ ബൈ 32 ഇൻറ്റു ഡി റേസ്റ്റ് 4 മൈനസ് ഡി ഐ റേസ്റ്റ് 4 എന്ന് കിട്ടും. അത് ആണ് ജെ എന്ന് പറയുന്ന സാധനം. ഇനി ആർ എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ ആർ എക്സ്ട്രീം പുറത്തെ ലെയറിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ആർ എന്ന് പറയുന്നത്. നമുക്ക് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡയമീറ്ററും റേഡിയസും കണ്ടുപിടിക്കുമ്പോൾ we have to check whether it is sufficiently strong and whether it is rigid. ഈ രണ്ട് കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വേഷൻ ഉണ്ടാക്കിയിരുന്നു അല്ലെ. സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്, ടോർഷണൽ റിജിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ യൂസിങ് സ്ട്രെങ്ത് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. എന്താ സ്ട്രെങ്ത് ഇക്വേഷൻ? ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ. ഈ ഇക്വേഷന്റെ അകത്തെ അൺനോൺസ് എന്ന് പറയുന്ന റേഡിയസ് ആണ്. ആ റേഡിയസ് ജെയിൽ വരുന്നുണ്ടാവും. ജെന്റെ ഇക്വേഷനിൽ റേഡിയസ് വരുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ അകത്ത് നിന്ന് നമ്മൾ ആറ് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ദ ഒരു സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതേപോലെ റിജിഡിറ്റി സഫീഷ്യന്റ് ആണോ എന്ന് നോക്കും, അല്ലെങ്കിൽ ടോർഷണൽ റിജിഡിറ്റി. ആ ഇക്വേഷൻ ഉപയോഗിച്ച്, ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാ? ടി ബൈ ജെ ഈക്വൽ ടു സി തീറ്റ ബൈ എൽ. അതായത് റൊട്ടേഷൻ ഒരു ലിമിറ്റൊക്കെ തന്നിട്ടുണ്ടാവും. ആ ലിമിറ്റേഷൻ വെച്ചിട്ട് ഇവിടെ ജെ സഫീഷ്യന്റ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കും. ജെ സഫീഷ്യന്റ് ആണോ കണ്ടുപിടിക്കാൻ മീൻസ് ആറിന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ആർ അല്ലെങ്കിൽ ഡി കണ്ടുപിടിക്കണം. ഇതിൽ നിന്നും ഈ രണ്ട് വാല്യൂവിന്റെ അകത്തു നിന്നും നമ്മൾ ആർ ഫൈനലൈസ് ചെയ്യും. ചെറിയ വാല്യൂ ആണോ വലിയ വാല്യൂ ആണോ എടുക്കുക? ഇവിടെ സപ്പോസ് വി ഗോട്ട് ഇറ്റ് ആസ് സം 80 mm. ഇവിടെ ഒരു 100 mm കിട്ടി. ഏതെടുക്കും? വലുതെടുക്കണം. കാരണം വലുതെടുത്താൽ മാത്രമേ ഇവിടെ സേഫ് ആവുള്ളൂ. ചെറുതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫെയിലർ ആയിരിക്കും. വലുതെടുത്താൽ ഇവിടെ സേഫ് ആയിരിക്കും, ഇവിടെ സേഫ് ആയിരിക്കും. സോ we are taking the larger value of r from this equation. Okay, ഇതാണ് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യാൻ പോകുന്നത്. ഇനി പവർ ഓഫ് ദ ഷാഫ്റ്റ് ആണ്, അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ഷാഫ്റ്റ്. P is equal to 2 pi nt by 60. That much watt. അപ്പോൾ n is the RPM, rotations per minute. ഈ ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ പെർ മിനിറ്റ് ആയിരിക്കും n. T നമുക്കറിയാം ടോർക്കാണ്. ആൻഡ് ദ ലാസ്റ്റ് തിയറി പോർഷൻ ഈസ് strain energy due to torsion. Strain energy due to torsion, if tau is the
torque applied, it is gradually increased from 0 to t. അപ്പോൾ ടോർക്ക് 0 ആകുമ്പോൾ ഡിഫോർമേഷൻ ആംഗിൾ അല്ലെങ്കിൽ റൊട്ടേഷൻ ആംഗിൾ തീറ്റ 0 ആയിരിക്കും. ടോർക്ക് കൂടി വരുമ്പോൾ ആ റൊട്ടേഷൻ ആംഗിൾ കൂടി വരും അല്ലേ, റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിൾ കൂടി വരും. അങ്ങനെ സോ ദ വർക്ക് ഡൺ വിൽ ബി ആവറേജ് ഓഫ് ദ ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു തീറ്റ. ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഷാഫ്റ്റ് ആസ് ദ സ്ട്രെയിൻ എനർജി. നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ഇൻ ദ മെറ്റീരിയൽ ആസ് സ്ട്രെയിൻ എനർജി. സോ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു തീറ്റ, ടോർക്ക് ഇൻറ്റു തീറ്റ. ഇനി ഈ ടിയിലും തീറ്റയ്ക്കും നമുക്കറിയാവുന്ന പോളാർ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ടോർക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ടി ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു ജെ ബൈ ആർ, തീറ്റ ഈസ് ഈക്വൽ ടു ദിസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഫോർ സോളിഡ് ഷാഫ്റ്റ്, ഇതാണ് ഇക്വേഷൻ. അതിന്റെ സോളിഡ് ഷാഫ്റ്റിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ടോ സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു ടോ സ്ക്വയർ ബൈ 4c ഇൻറ്റു വോളിയം. ഇത് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. സ്ട്രെയിൻ എനർജി ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു തീറ്റ എന്ന് മതി. ആ ടിക്കും തീറ്റയ്ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് എത്തും. ദാറ്റ് ഈസ് ടോ സ്ക്വയർ ബൈ 4c ഇൻറ്റു വോളിയം. എന്തിനങ്ങനെ പറയുന്നത് വെച്ചാൽ നമുക്ക് ഡയറക്ട്ലി ഇങ്ങനൊരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഡ്യൂ ടു ടോർഷൻ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യാപിറ്റൽ ടി ഇൻറ്റു തീറ്റ, വേർ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു ജെ ബൈ ആർ ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു ദിസ് വൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റിംഗ് ഫോർ സോളിഡ് ഷാഫ്റ്റ് ഇറ്റ് ഈസ് ടോ സ്ക്വയർ ബൈ 4c ഇൻറ്റു വോളിയം. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. So by that the theory in this torsion portion is over. ടോർഷൻ പോർഷൻ മാത്രമല്ല, നമ്മളുടെ മൊത്തം 5th മോഡ്യൂളിന്റെ തിയറി പാർട്ടും കഴിഞ്ഞു. അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ MOSന്റെ കംപ്ലീറ്റ് തിയറി പാർട്ട് ഈ ഒരു പോർഷനെ കൊണ്ട് നമ്മൾ കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ 1-2 പോർഷൻസ് ഒക്കെ ഇഫ് എനിത്തിങ് റിക്വയർഡ് നമുക്കത് ആഡ് ഓൺ ചെയ്യാം. ബട്ട് ആസ് പെർ ദ സിലബസ് everything is over by this theory part. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ this portion is over. Okay.